ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം നേരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ വായനാ ദിനമാണ്. PM പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ച് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ എന്നാണ് അറിയപ്പെടുന്നത് PM പണിക്കരെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഞാൻ വായിച്ച കുറച്ച് ബുക്സ്, ഞാൻ റീഡിങ് ഹാബിറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ വായിച്ച കുറച്ച് ബുക്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. എല്ലാവരും ഒരു ബുക്ക് കയ്യിൽ കരുതണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ബുക്ക് റീഡിങ്. ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും ഈ ബുക്ക് റീഡിങ്ങിലൂടെ. അപ്പോൾ നമുക്ക് ആ ബുക്കുകളിലേക്കൊന്ന് കിടക്കാം. ഞാൻ വായിച്ച കുറച്ച് ബുക്സാണ്. ഇത് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ജെയിംസ് ക്ലിയർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഈ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ബുക്ക്. പിന്നെ ഉള്ളത് നമ്മളുടെ ജോസഫ് മർഫി എന്ന് പറയുന്ന ആളുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക്. അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബുക്കാണ്. നമ്മുടെ മൈൻഡ്, കുറച്ച് സൈക്കോളജിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. എല്ലാവർക്കും അങ്ങോട്ട് കുറച്ച് ദഹിക്കത്തില്ല. ആദ്യമൊന്നും എനിക്കൊട്ടും ദഹിച്ചില്ല. പിന്നെ അങ്ങോട്ട് നമുക്ക് റീഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പവർ മനസ്സിലാവും. പിന്നെ ഇക്കിഗായി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് തിയറിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് നമ്മളുടെ ജപ്പാനിലുള്ള ആളുകൾ ഒത്തിരി ദീർഘായുസുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അവരെങ്ങനെയാണ് അങ്ങനെ അവരുടെ ലൈഫിനെ ഇത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കാണ്. ഇത് ഇന്ദ്രധനുസിൻ തീരത്ത് ഭാരതി തമ്പുരാട്ടി എഴുതിയ ബുക്കാണ്. വയലാർ രാമവർമ്മയുടെ ജീവിതസഖിയായ ഭാരതി തമ്പുരാട്ടി, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒത്തിരി നല്ല ഓർമ്മകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് കേരള ചരിത്രം ശ്രീധരൻ മേനോൻ്റെ ബുക്കാണ്. പിന്നെ വരുന്നത് ഇത് സ്റ്റീഫൻ ആർ കോവേയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. പിന്നെ നമ്മുടെ ദ ഗ്രേറ്റ് ഹിറ്റ്ലർ, പുള്ളിയുടെ ആത്മകഥയാണ് മെയിൻ കാഫ്. പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. റോബിൻ ശർമ്മയുടെ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാരി. അപ്പോൾ എല്ലാവരും ഒരു ബുക്ക് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ബുക്ക് വായന എന്ന് പറയുന്നത്. ഞാനത് മനസ്സിലാക്കി തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സീന. പുള്ളിക്കാരത്തി നന്നായിട്ട് ബുക്ക് റീഡ് ചെയ്യും. ശരിക്കും അവളിൽ നിന്നാണ് ഞാൻ കുറേയൊക്കെ ഈ അറ്റോമിക് ഹാബിറ്റ് പരിചയപ്പെടുത്തിയത് അവളാണ്. സീന എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളാണ് എനിക്ക് ഈ ബുക്ക് പരിചയപ്പെടുത്തിയത്. ഇതെനിക്കൊരു സാറ് തന്നതാണ്. ഇക്കിഗായി വായിക്കാൻ കാരണം നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസ് എന്നല്ലേ പുള്ളിക്കാരൻ്റെ പേര്. ആ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജെനു എന്ന് പറഞ്ഞിട്ട്, അവൻ എനിക്ക് സജസ്റ്റ് ചെയ്ത ബുക്കാണ്. ഇന്ദ്രധനുസിൻ തീരത്ത് വായിക്കാൻ കാരണമുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര ഒരു വയലാർ രാമവർമ്മയുടെ ഫാനാണ്. പുള്ളിക്കാരൻ്റെ സോങ്സും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പാടും. അങ്ങനെയാണ് ഈ ഒരു ബുക്ക് വായിക്കാൻ, അങ്ങനെ വയലാർ രാമവർമ്മയുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അമ്മയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബുക്ക് സ്റ്റോറിൽ പോയപ്പോഴത്തേക്കും ഈ ഒരു ബുക്ക് എൻ്റെ കണ്ണിൽ പെടുകയും അങ്ങനെ അത് വായിക്കുകയും ചെയ്തു. അത് നല്ല രസമുണ്ട് വായിക്കാനായിട്ട്. എല്ലാവരും അപ്പോൾ ഈ ഒരു വായനാ ദിനത്തിൽ ബുക്ക് വായിച്ചിട്ട് തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്നെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.